അപ്പോൾ ഈ വീഡിയോയുടെ സമ്മറി ഇത്രയേ ഉള്ളൂ. യു കെയിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരെയും അല്ലെങ്കിൽ ഓൾറെഡി ടീച്ചർ ആയവരെയും പുതിയ നിയമമാറ്റം ബാധിച്ചിട്ടില്ല. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മംഗ്ലീഷ് ടീച്ചറിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. യു കെയിലെ ടീച്ചിങ് ജോബ്സിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാനും യു കെയിലെ ബിസിനസ് സാധ്യതകൾ, സ്റ്റാർട്ടപ്പ് സാധ്യതകൾ, പേഴ്സണൽ ഫൈനാൻസ് എന്നിവ അറിയാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി, എനിക്കറിയാം. കാരണം ഞാൻ പേഴ്സണലി കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയി പോയായിരുന്നു. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 23, 2025 ആണ്. ഈ ദിവസം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്നലെ, അതായത് ജൂലൈ 22-ാം തീയതി യു കെയിൽ ഒരുപാട് നിയമങ്ങൾ മാറി. ഈ ഒരു നിയമമാറ്റം മൂലം പ്രധാനമായി സ്റ്റുഡന്റ് വിസയിലും വർക്ക് വിസയിലും ഉള്ളവർ ഒരുപാട് പാനിക്ഡ് ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ വിസ നിയമങ്ങൾ യു കെ കുറച്ചും കൂടെ കടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെയിലേക്ക് സ്റ്റുഡന്റ് വിസയിലോ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിലോ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയും അങ്ങോട്ടേക്ക് കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏതാണ്ട് 100-ൽ പരം ജോബുകൾക്ക് ഇനി മുതൽ യു കെയിൽ വർക്ക് വിസ ലഭിക്കില്ല. ഒരുപാട് ജോബുകൾക്ക് ഈ വർക്ക് വിസ ലഭിക്കാനുണ്ടായിരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ചുകൂടെ കടുപ്പമുള്ളതാക്കി. അതായത് കുറച്ചുകൂടെ കൂടുതൽ സാലറി ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും അത്തരം ജോബുകൾക്ക് വർക്ക് വിസ ലഭിക്കുകയുള്ളൂ. ആ വർക്ക് വിസയിലൂടെ നിങ്ങൾക്ക് ഇവഞ്ച്വലി PR എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം യു കെയിൽ 5 വർഷം വർക്ക് വിസയിൽ നിന്ന് എന്നിട്ട് മാത്രമേ നമുക്ക് PR എടുക്കാൻ നിലവിൽ സാധിക്കുമായിരുന്നുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. PR-ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വർക്ക് വിസ എടുക്കാനുള്ള ആ ഒരു കടമ്പ വളരെ കടുപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ സ്റ്റുഡന്റ് വിസ എടുത്ത് യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവര് ദയവായി ഒന്ന് പഠിച്ചിട്ട് മാത്രം വരിക, ഒന്ന് കെയർഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഇതുവരെ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രധാനമായി അറിയാൻ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിലെ മാറിയ വിസ നിയമങ്ങൾ എങ്ങനെ ടീച്ചർ അല്ലെങ്കിൽ യു കെയിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നതിനെ പറ്റിയിട്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങളെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതായത് യു കെയിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വർക്ക് വിസ എടുക്കാനും ഇനി ആ വർക്ക് വിസ ത്രൂ ഒരു PR എടുത്ത് ഇവിടെ സെറ്റിൽ ആവാനും സ്റ്റിൽ ഒരു പ്രോബ്ലം ഇല്ല. അതിനെ പറ്റിയിട്ട് നിയമങ്ങൾ ഒരിടത്തും ഒന്നും മാറിയിട്ടില്ല. മറ്റു ജോലികൾക്ക് സാലറി ത്രഷോൾഡ് കൂട്ടിയപ്പോൾ ടീച്ചേഴ്സിന്റെ സാലറി ത്രഷോൾഡ് ഇപ്പോഴും കൂട്ടിയിട്ടില്ല. കാരണം ടീച്ചേഴ്സ് യു കെയിൽ നാഷണൽ പേ സ്കെയിലിന് അണ്ടറിലാണ് വരുന്നത്. ആ നാഷണൽ പേ അനുസരിച്ച് ഒരു മിനിമം സാലറി നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകാരും നിങ്ങൾക്ക് തരും. അതുവഴി നിങ്ങൾക്ക് സ്കിൽഡ് വർക്ക് വിസ എടുക്കാൻ സാധിക്കും. പുതിയ നിയമം അനുസരിച്ച്, അതായത് ജൂലൈ 22, 2025 മുതൽ യു കെയിൽ വർക്ക് വിസ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജോലി എലിജിബിൾ ഒക്യുപ്പേഷൻ ലിസ്റ്റിലോ എമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. കാരണം നിങ്ങൾ മറ്റ് വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അവർ പ്രധാനമായിട്ടും എമിഗ്രേഷൻ സാലറി ലിസ്റ്റിനെ പറ്റിയും ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ 3 തരത്തിലുള്ള ലിസ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് ലിസ്റ്റിൽ എലിജിബിൾ ഒക്യുപ്പേഷൻ എന്നും, രണ്ടാമത്തെ ലിസ്റ്റിൽ എമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ എന്നും, മൂന്നാമത്തെ ലിസ്റ്റ് ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റും എന്നുള്ളതാണ്. ഈ 3 ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ പെട്ടൊരു ജോലി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് വിസ കിട്ടും. ജൂലൈ 1-ന് വന്ന നിയമമാറ്റം അനുസരിച്ച് ഈ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജൂലൈ 22 വെയിറ്റ് ചെയ്തത്. ഇന്ന് ഞാൻ ഗവൺമെന്റ് ഓഫ് യു കെ സൈറ്റിൽ എടുത്തു നോക്കിയപ്പോൾ ഈ മൂന്ന് ലിസ്റ്റുകളും എനിക്ക് കാണാൻ സാധിച്ചു. ഈ ജൂലൈ 22-ാം തീയതി വരെ ഇവിടെ എമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽപ്പെട്ട ജോലികൾക്കായിരുന്നു പ്രധാനമായിട്ട് വർക്ക് വിസ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ അങ്ങനെയല്ല. ഈ എമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്നുള്ള ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ജോബ്സിന്റെ എണ്ണം വളരെയേറെ കുറച്ചിട്ടുണ്ട്. ഇനി സ്കിൽഡ് വർക്ക് വിസ എലിജിബിൾ ഒക്യുപ്പേഷൻ ആൻഡ് കോഴ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ലിസ്റ്റ് ഗവൺമെന്റ് ഓഫ് യു കെ സൈറ്റിലുണ്ട്. ആ ലിസ്റ്റിലുള്ള ജോബ്സിൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്ക് വിസ കിട്ടും. ആ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ലിസ്റ്റ് ഒരു ടേബിൾ ഫോമാറ്റിലുള്ളതാണ്. അതിന്റെ ആദ്യത്തെ കോളത്തിൽ ജോബ് കോഡും, രണ്ടാമത്തെ കോളത്തിൽ ജോബ് ടൈപ്പും, മൂന്നാമത്തെ കോളത്തിൽ ജോബ് ടൈറ്റിലും, നാലാമത്തെ കോളത്തിൽ ഈ പറയുന്ന ജോബ് ഹൈലി സ്കിൽഡ് ആണോ, മീഡിയം സ്കിൽഡ് ആണോ, അല്ലെങ്കിൽ ഇൻഎലിജിബിൾ ആണോ എന്നും ഒരു കോളമുണ്ട്. അപ്പം ഈ ലിസ്റ്റിലുള്ള ജോബ്സിൽ ഏതെങ്കിലും ഒരു ജോബ് ഇൻഎലിജിബിൾ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോബിന് നിങ്ങൾക്ക് ഇനി മുതൽ യു കെയിൽ വർക്ക് വിസ കിട്ടില്ല. എന്നാൽ ഈ ലിസ്റ്റിലെ ഒരുപാട് ജോബുകൾ ഹൈ സ്കിൽഡ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. ആ ജോബ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സാലറി ഉണ്ടെങ്കിൽ ഇവിടെ വർക്ക് വിസ ലഭിക്കും. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ മീഡിയം സ്കിൽഡ് ജോബ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടണമെങ്കിൽ ആ മീഡിയം സ്കിൽഡ് ജോബ് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ അല്ലെങ്കിൽ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല,
ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ അല്ലെങ്കിൽ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലോ ഉള്ള മീഡിയം സ്കിൽഡ് ജോബിലുള്ള ആൾക്കാർക്ക് ഡിപ്പെൻഡൻസിനെ നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള ജോബ്സിൽ ഹൈ സ്കിൽഡ് ജോബായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ടീച്ചേഴ്സിന്റെ സാലറി നാഷണൽ പേ സ്കെയിലിൽ വരുന്നതായതുകൊണ്ട് തന്നെ നിലവിലെ മാറിയ സാലറി ത്രഷോൾഡുകളൊന്നും ടീച്ചേഴ്സിന് ബാധകമല്ല. നിങ്ങൾ ടീച്ചേഴ്സിന്റെ നാഷണൽ പേ സ്കെയിൽ എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ടീച്ചേഴ്സിന്റെ സാലറി വിസ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സാലറി ഒരുപാട് താഴെയാണ്. ടീച്ചേഴ്സിന്റെ സാലറിയെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫർദർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ട്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, നഴ്സറി സ്കൂൾ ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നിയമം ഒരേപോലെ ബാധകമാണ്. ഇവരെ എല്ലാം ഹൈ സ്കിൽഡ് ജോബായിട്ടാണ് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. ഇവർക്ക് മാറിയ സാലറി ത്രഷോൾഡ് ആപ്ലിക്കബിൾ അല്ല. അതിൽ താഴെ ഒരു സാലറി ഉണ്ടെങ്കിലും ഇവർക്ക് വിസ ലഭിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പണി കിട്ടിയപ്പോൾ ടീച്ചേഴ്സ് പണി കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. വരും ദിവസങ്ങളിൽ ടീച്ചർ ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടീച്ചിങ് അസിസ്റ്റന്റ്, ഹൈ ലെവൽ ടീച്ചിങ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള ടീച്ചർ അല്ലാത്ത ജോലികൾക്കൊക്കെ സ്കൂളിലുള്ള ജോലികളൊക്കെ മീഡിയം സ്കിൽഡ് ജോബായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന് വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വിസ ലഭിച്ചാൽ തന്നെ ഡിപ്പെൻഡൻസിനെ നിർത്താൻ സാധിക്കില്ല. പിന്നെ എനിക്ക് വരുന്ന കുറെ എൻക്വയറീസ് നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരുപാട് പേര് ഓക്കെ ഇവിടെ വേറൊരു വഴിയില്ല, എന്നാൽ പിന്നെ ടീച്ചിങ് എന്ന് പറഞ്ഞ ജോബ് എടുത്ത് വർക്ക് വിസ എടുത്ത് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് വളരെ ഒരു മണ്ടത്തരമാണ്. കാരണം ടീച്ചിങ് ഒരു ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ കുറച്ച് ഹൈ സ്കിൽഡ് ജോബാണ്. ഈവൻ ദോ ഇതിനൊരു സ്പെസിഫിക് ടെക്നിക്കൽ സ്കിൽസ് ഒന്നും വേണമെങ്കിലും ഒരു ക്ലാസ് റൂമിൽ പോയി നിന്ന് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് അവിടെ വേണം. അതില്ലാത്തവർക്ക് ടീച്ചിങ് ജോബിന്റെ ഇന്റർവ്യൂ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കുറെ പേര് ചോദിക്കുന്നത് ഓൺലൈനിൽ ചെറിയൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചർ ആവാൻ പറ്റില്ല എന്നൊക്കെയാണ്. അങ്ങനെ പറ്റില്ല, അത് എളുപ്പമല്ല. ടീച്ചർ എങ്ങനെയാവാം, അതിന്റെ ഡിഫറെന്റ് വേസ് എങ്ങനെയാണ് ഓൺലൈനെ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല UK എങ്ങനെ ടീച്ചർ ആവാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ ഒരു ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. ആ ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ സമ്മറി ഇത്രയേ ഉള്ളൂ. UK ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരെയും അല്ലെങ്കിൽ ഓൾറെഡി ടീച്ചർ ആയവരെയും പുതിയ നിയമമാറ്റം ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.